നമ്മൾ മക്കളാണ്. നമ്മുടെ മാതാപിതാക്കൾ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിലാണ്. സഹോദരാ സഹോദരി, ആ ബാപ്പാക്കും ഉമ്മക്കും നമ്മളെ കൊണ്ട് സന്തോഷം കിട്ടണ്ടയോ? നമ്മൾ ഈ ഒരു പരിപാടി എന്നു മാറ്റിയേക്കാനുള്ള കാരണം എന്താ? ഫാത്തിമ ഹിബ എന്ന പൊന്നുമോൾ മദ്രസയിൽ നിന്ന് സിയാറത്ത് ടൂറിന് പോയതായിരുന്നല്ലോ. തിരിച്ചു വരുന്ന സമയത്ത് ഇലാഹായ റബ്ബിന്റെ അലംഘനീയമായ വിധിക്ക് വിധേയയായി ആ പൊന്നുമോൾ ഇന്ന ഖബറിലാണ്. അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. ഖബർ അല്ലാഹു സന്തോഷം കൊണ്ട് നിറക്കട്ടെ. ഉഖ്റവിയായ ശുഹദാക്കളിൽ ആ മകളുടെ ബാപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിന്റെയും കൈപിടിക്കാൻ ഉഖ്റവിയായ ശുഹദാക്കളിൽ പെടുത്തി അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. കുടുംബത്തിനൊക്കെ എല്ലാ സമാധാനവും അല്ലാഹു കൊടുക്കട്ടെ. അതുപോലെ പ്രിയപ്പെട്ട പാവയെ പലപ്പോഴും ഓർമ്മയിൽ വരും. അള്ളാഹുവിലേക്ക് ആ പൊന്നു സഹോദരൻ യാത്രയായി ഇറാഖിയാദ്യമായ ആത്മജ്ഞാനം അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. കാരണം ഒരു കുട്ടിയുടെ ബിസ്മി പോലും അപരാളിയായ മാതാപിതാക്കൾക്ക് ഏറെ ഉപകരിക്കും. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിവസം മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മർറ അലാ ഖബറിൻ, ഒരു ഖബറിന്റെ സമീപത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തി നടന്നു പോവുകയാണ്. അങ്ങനെ ഫിൽ ഖബരി മയ്യത്തിനെ മലക്കുകൾ ശക്തിയായി ശിക്ഷിക്കുന്ന കാഴ്ചയാണ് ഖബറിൽ ഈസാ നബി കണ്ടത്. ഒരു ഖബറിന്റെ ചാരത്തൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോവാൻ. ഖബറിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ആ ഖബറാളി ശക്തമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈസാ നബി വല്ലാതെ വിഷമിച്ച് അത്യാവശ്യത്തിന് പോയതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മനം നിറയെ ഖബറാളിയാണ്, ഖബറിന്റെ രംഗങ്ങളാണ്. രണ്ടാമത് തിരിച്ചു വരവേ ആ ഖബറിലേക്ക് നോക്കിയപ്പോൾ ഫറആ മലായികത്തുർ റഹ്മ മഅഹും മത്ബാഖും മിൻ നൂർ. തിരിച്ചു വരുമ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ആ ഖബറിൽ നിറയെ റഹ്മത്തിന്റെ മലക്കുകളാണ്. എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ഈ ഖബറാളിക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മാലാഖമാർ മത്സരിക്കുകയാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ അത്ഭുതപ്പെട്ടു. എന്തേ ഈസാ നബിയെ അത്ഭുതപ്പെടുത്തിയ കാര്യം? അങ്ങോട്ട് പോകുമ്പോ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഖബറാളി വലിയ അദാബ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാ പ്രശ്നവും തീർന്നു. റഹ്മത്തിന്റെ മലക്കുകൾ തിങ്ങി നിറഞ്ഞിരിക്കുക. അതിനിപ്പോ ഖബറിലുള്ള കാഴ്ചയൊക്കെ ഈസാ നബിക്ക് കാണാൻ കഴിയോ? ഖബറിലുള്ള കാഴ്ച അതിപ്പോ എങ്ങനെയാണ് ഈസാ നബിക്ക് കാണാൻ കഴിയുക? അങ്ങനെയൊന്നും ഉണ്ടാവൂലല്ലോ. അങ്ങനെ ചിന്തിക്കണ്ട മുഅ്മിനെ, അങ്ങനെ ചിന്തിക്കണ്ട. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ഒരുപാട് മുഅ്ജിസാത്ത് നൽകിയിട്ടുണ്ട്. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് അന്ന് അയാൾ കഴിച്ച ഭക്ഷണം എന്തായിരുന്നു എന്ന് പറയാൻ ഈസാ നബിക്ക് കഴിയും. അയാളുടെ വീട്ടിൽ ഇനി അയാൾ എന്തൊക്കെ കഴിച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, എവിടെയാണ് സൂക്ഷിച്ചു വെച്ചത്, അത് പറയാൻ ഈസാ നബിക്ക് കഴിയും. അതൊരാൾ നിഷേധിച്ചാൽ ഇസ്ലാം കണ്ട് പുറത്തു പോകും. എന്ത് കാര്യം? അത് വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ നസ്സാണ്. أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم. ഈസാ നബി ജനങ്ങളോട് പറയാണ്, വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ. നിങ്ങൾ എന്താ തിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. ഇനി നാളെ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കി വെച്ചത് എവിടെയാണ് വെച്ചത്, എന്താ വെച്ചത് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഖുർആനിലൂടെ പറയുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ കാണാനുള്ള കഴിവ് ഈസാ നബിക്കുണ്ടായിരുന്നു.
ആ ഈസാ നബിയാണ് ഖബറിൽ നീ മയ്യത്തിനെ വല്ലാതെ ശിക്ഷിക്കുന്നത് കണ്ടത്. തിരിച്ചു വരുമ്പോഴോ വലിയ സന്തോഷത്തിലാണ്, അത്ഭുത പരതന്ത്രനായി. ഉടനെ ഈസാ നബി ചെയ്തതെന്തെന്നല്ലേ, ഫതവല്ലാ ഫസല്ലാ റകഅതൈൻ. വേഗം ഉളുവെടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് റബ്ബിനോട് ചോദിച്ചു, പഠിച്ചോനെ ഈ അബ്ദ് തൊട്ട് മുമ്പ് വലിയ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഇതാ നിമിഷങ്ങൾക്കകം എല്ലാം മാറി മറിഞ്ഞ് അയാൾക്കൊരു സേവനം ചെയ്യാൻ റഹ്മത്തിന്റെ മലക്കുകൾ മത്സരിക്കുകയാണല്ലോ. എന്തേ കാര്യം? എനിക്കത് അറിയിച്ചു തരണം, റബ്ബിനോട് ദുആ ചെയ്തു. ശ്രദ്ധിക്കണേ, ഇവിടെ ഈസാ നബിക്ക് ഇത് അറിയണം എന്ന് വലിയ നിർബന്ധമുണ്ട്. അപ്പൊ വേഗം അള്ളാഹിനോട് ദുആ ചെയ്യല്ല ചെയ്തത്. പിന്നെന്താ ചെയ്തത്? ആ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്യാനായി ഉളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുകയാണ് ആദ്യം ചെയ്തത്. മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഇതിൽ നമുക്ക് പാഠമുണ്ട്. ഇതിൽ നമുക്ക് പാടുണ്ട്. നമ്മളിൽ പലരും ചില സമയത്ത് എന്തെല്ലാം അത്യാവശ്യങ്ങൾ നമുക്കുണ്ടാകും. ചില കാര്യം ഇന്നെങ്കിലും അതൊന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മനസ്സുകൊണ്ട് നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറുണ്ടല്ലോ. ഇന്നെങ്കിലും ആ പൊല്ലാപ്പൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയുന്ന കാര്യം, അങ്ങനെയൊക്കെ ഒരു അത്യാവശ്യ വിഷയം നമ്മളെ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ? ആ ഒരു കാര്യത്തിന് ശ്രമിക്കുന്നതിന് മുമ്പ് നല്ലോണായിട്ട് ഒളിവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ആ നിസ്കാരത്തെ തവസ്സുലാക്കി റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. എത്രയെത്ര ഹദീസാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അല്ലാഹുവിൽ നിന്നൊരാവശ്യം നിങ്ങൾക്ക് നിറവേറി കിട്ടാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ നിന്ന് നിറവേറി കിട്ടാറുണ്ടെങ്കിൽ, സംഗതി വില്ലേജ് ഓഫീസർ ഒരു ഒപ്പിട്ടാൽ മതി, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അല്ലെ തഹസിൽദാർ ഒരു ഒപ്പ് കിട്ടിയാൽ മതി, പരിഹാരം ഉണ്ടാകും. 100 വട്ടം പോയിട്ട് ശരിയായിട്ടില്ല, ഇന്ന് പോവാണ്, പഠിച്ചോന് എന്തെങ്കിലും ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. അപ്പൊ അയാളിൽ നിന്നാണ് അത് ശരിയായി കിട്ടേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യേ? ഇഖ്ലാസോടുകൂടെ 2 റക്അത്ത് ഉളുവെടുത്ത് ഇഖ്ലാസോടെ 2 റക്അത്ത് നിസ്കരിച്ച് ഇലാഹായ റബ്ബിനോട് ആ കാര്യം തുറന്നു പറഞ്ഞു പോയാൽ ഉളുവോടുകൂടെ തന്നെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങളിൽ വല്ലാത്ത ഒരു ആദരവ് ബഹുമാനം അയാൾക്ക് അനുഭവപ്പെടുന്നതാണ്. നിങ്ങളുടെ ആവശ്യം ഖൈറായ നിലയിൽ അയാളിലൂടെ റബ്ബ് നിറവേറ്റി തരുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഈമാനുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഡ്മിഷൻ കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പോയി നോക്കട്ടെ, പ്രതീക്ഷയോടുകൂടെ പോവാണ്. 1-2 റക്അത്ത് മര്യാദയ്ക്ക് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറഞ്ഞിട്ട് പോയി നോക്ക്, പരിഹാരം പടച്ചുണ്ടാക്കി തരും. അള്ളാന്റെ റസൂലല്ലേ ഇത് പറഞ്ഞത്. നിങ്ങൾ വിചാരിച്ചോ നിസ്കാരം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ കൂലി വാങ്ങാൻ മാത്രമുള്ള ഒരു സംഗതിയാണെന്ന്? അതാരാ പറഞ്ഞത്? അങ്ങനെയല്ല. മുത്ത് റസൂലിന് ആയുസിൽ പ്രതിസന്ധി വന്ന ഘട്ടത്തിലൊക്കെ പരിഹാരത്തിനായി അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ? നിസ്കരിക്കോളും. അബൂജഹൽ ഇങ്ങനെ കളിപ്പിച്ച് എട്ടങ്ങാറാക്കിയിട്ട് റസൂലുള്ളാഹിക്ക് വഴിപ്പെടാതെ രക്ഷപ്പെടൂലാന്ന് അബൂജഹൽ വിളിച്ചു പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, അവന്റെ പറച്ചിൽ കേട്ടവന് വഴിപ്പെട്ട് പോകരുത് നബിയേ. അവനൊരു ചുക്കും നിങ്ങളെ ചെയ്യാൻ കഴിയില്ല. എല്ലാ പ്രതിസന്ധികളും മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് സുജൂദ് ചെയ്ത് നിസ്കാരത്തിലൂടെ ഇലാഹായ റബ്ബിലേക്ക് അടുക്കണം. അങ്ങനെ അടുത്തോളൂ, പരിഹാരം ഉണ്ടാവും. അങ്ങനെ റബ്ബിലേക്ക് അടുത്തോളൂ, പരിഹാരം ഉണ്ടാകും എന്ന് അല്ലാഹു ഹബീബായ നബിയോട് പറയുന്നുണ്ട്. എത്രയോ സ്ഥലത്ത് സൂറത്തുൽ വിഷമനായിരിക്കുമ്പോഴൊക്കെ ഖുർആനിൽ ആയത്തിറങ്ങും, നിസ്കരിക്കുകയും പ്രശ്നം പരിഹരിച്ചു. ആദ്യം തന്നെ വഹിയിറങ്ങി പേടിച്ച് ബേജാറായി, ഇനി ഞാൻ പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പുതപ്പ് മൂടി കിടക്കുമ്പോഴാണ് മൂടി പുതച്ച് കിടക്കുന്ന നബിയെ എഴുന്നേറ്റ് നിസ്കരിച്ച് ആ പരിഹാരം.
അതാണ് പരിഹാരം. ചുരുക്കത്തിൽ ഈസാ നബി റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്താണ് ഇതിന്റെ രഹസ്യമെന്നൊന്ന് അറിയിച്ചു തരണം. ഓർക്ക് വരുന്നുണ്ടോ? ഒന്ന് എഴുന്നേറ്റുന്നൊരു രാജ്യത്ത് സ്വലാത്തില്ലല്ലോ. ഇൻഷാ അല്ലാഹ് വല്ലാതെ നീട്ടൂല, നമുക്ക് വേണ്ടി ദുആ ചെയ്ത് പിരിയാം. ബുദ്ധിമുട്ടില്ലാത്തൊരു കുന്നിട്ടടുത്തിരിക്കുക ഇൻഷാ അല്ലാഹ് കസേരയൊക്കെ നമുക്കൊന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയാം. മനസ്സറിഞ്ഞ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് നടത്തുന്ന ദുആക്ക് എന്തായാലും ഇജാബത്ത് കിട്ടണം. ആ നിയ്യത്തോടെ